ഉമ്മൻചാണ്ടി സാറ് മരിച്ചിട്ട് ഒരു വർഷം തികയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ, അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ മുത്തിക്കരയുന്ന കൊച്ചുകുട്ടികളുടെ ഒരു നിര തന്നെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ യുവാക്കന്മാരായിട്ടുള്ള കുട്ടികൾ ധാരാളം ഓടിയെത്തുകയാണ്. ആ പാവന സ്മരണയോർത്ത് അവരെല്ലാവരും ആ വൈകാരിക നിമിഷത്തെ ഓർത്തെടുക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ മുത്തിക്കരയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെയാണ് നമ്മൾ കാണുന്നത്. മോനെ, എന്താണ് ഇത്രമാത്രം ഉമ്മൻചാണ്ടി സാറെ മനസ്സിൽ സ്പർശിക്കാൻ കാരണം? ഉമ്മൻചാണ്ടി സാറ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഉമ്മൻചാണ്ടി സാറ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കും അതുപോലെ തന്നെ ഇഷ്ടമായിരുന്നു. ഒരിക്കലും മറക്കാനാവാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ അല്ലേ? പാവങ്ങളോട് ഇത്രമാത്രം കരുണയും സ്നേഹവും വാത്സല്യവും തലോടും കൈത്താങ്ങും ഉണ്ടായിരുന്ന മറ്റൊരു മുഖ്യമന്ത്രി ഇനിയും കേരളത്തിനുണ്ടാവില്ല. ഇല്ല. സാറിനെ പറ്റി ഞാൻ സാറിൻ്റെ ഗൺമാനാണേലും ഇപ്പം പറഞ്ഞതുപോലെ എനിക്ക് പറയാനുള്ളത്, സാറ് ഒരു പിതൃതുല്യനായിരുന്നു എനിക്കെന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുകയാണെങ്കിലുള്ളത്. ആ രീതിയിലുള്ള സ്നേഹങ്ങൾ എപ്പോഴും നമുക്ക് തരികയും നമ്മളൊരു ജോലിക്കാരനാണെന്നോ ഒരു വേറൊരാളാണെന്നോ ഉള്ള രീതി നോക്കാതെ എല്ലാവരോടെയും ഒരേ രീതി പെരുമാറി എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്ന ഒരാളാണ് സാറ്. നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാൽ, ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ, സാറൊരു 3 നേരം കഴിച്ചില്ലേലും നമ്മൾ കഴിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് സാറിനെ കുറിച്ച് ആദ്യം ഓർക്കുവാനുള്ളത്. സാറെ സ്വന്തം ശരീരം പോലും വിസ്മരിച്ചാണ് ഓടി നടന്നിരുന്നത്. അതിനെപ്പറ്റിയുള്ള ഓർമ്മകളുണ്ടോ? അതിനെപ്പറ്റി ഓർമ്മകളുള്ളൂ. സാറിന് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഭക്ഷണം കഴിക്കാതെ കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണെന്നാണ് സാർ എപ്പോഴും പറയുന്നത്. ഞാനത് കഴിച്ചോളാം എന്ന് പറയും. അതേപോലെ സാറ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വല്ലയിടത്തൊന്നും കഴിച്ചിട്ട് എന്തെങ്കിലും ഞങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അത് വണ്ടിയായിരുന്നു കഴിക്കുക എന്നുള്ളതാണ് സാറിന്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓട്ടത്തിലാകുമ്പോൾ അതിന് സമയം പോകുന്നില്ല, വേറെ ഒന്നും പോകുന്നില്ല എന്നുള്ള ഒരു രീതിയിലാണ് സാറ് ചെയ്തുകൊണ്ടിരുന്നത്. ലോക ചരിത്രത്തിലെ തന്നെ ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു ഉമ്മൻചാണ്ടി. തൻ്റെ പോക്കറ്റിൽ പോലും ഒരു പൈസ കരുതാതെ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന അദ്ദേഹം എവിടെ ചെന്നാലും ദൈവതുല്യനായിരുന്നു അല്ലേ? ശരിക്കും ദൈവതുല്യം തന്നെയായിരുന്നു. ക്ഷമയുടെ കാര്യത്തിൽ സാറും മഹാത്മാഗാന്ധി ഒരുപോലെയാണെന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 നേരെ വന്ന സമരക്കാരെ, 2 നേരെ പാഞ്ഞെടുത്ത കരിങ്കൊടിയായിട്ട് വന്നവരെ, വഴിയിൽ തടഞ്ഞവരെ, യാതൊരുവിധ ഒരു പോറൽ പോലും പോലീസിനെ കൊണ്ട് ഏൽപ്പിക്കാത്ത ഒരാളെന്ന നിലയിൽ സാറിനെ എപ്പോഴും എതിരാളികൾ പോലും ഇപ്പം സ്മരിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം.